നമ്മൾ ഒരാളോട് അവരുടെ പ്ലാനുകൾ എന്താണെന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് വേണം. ഇപ്പോൾ ഒരാളോട് നമ്മൾ ചോദിക്കുകയാണ്, ആരോഗ്യരംഗത്തൊരു കരിയറാണോ ജോലിയാണോ നീ പ്ലാൻ ചെയ്യുന്നത്? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ എഞ്ചിനീയറിംഗ്? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ ടീച്ചിങ്? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ മൂവി? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ സ്പോർട്സ്? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ ലോ? Are you planning a career in design? Are you planning a career in research? Are you planning a career in psychology? അപ്പോൾ നമ്മൾ ആർ യു പ്ലാനിങ് അത് നമുക്ക് മാറ്റാം. ആം ഐ പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ആർ യു പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ആർ വി പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ആർ ദേ പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ആർ സ്റ്റുഡൻസ് പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ഈസ് ഹി പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? ഈസ് ഷീ പ്ലാനിങ് എ കരിയർ ഇൻ മെഡിസിൻ? Is it planning a career in medicine? Is brother planning a career in medicine? Is Baiju planning a career in advertising? Okay. ഇനി അതേപോലെ തന്നെ നീ ഇന്ന് ലക്ഷ്മിയുടെ പരിപാടിക്ക് പോകുന്നുണ്ടോ? Are you going to Lakshmi's party today? Are you going to Lakshmi's wedding party today? മാരേജ് എന്ന് പറയരുത്, പാർട്ടി എന്ന് കൂടി കൂട്ടി പറയുമ്പോഴാണ് അത് ശരി. Are you going to Lakshmi's party today? Are you going to Kozhikode today? Are you going to the DJ party today? Are you going? നീ പോകുന്നുണ്ടോ? Am I going? Are you going? Are we going? Are they going? Are friends going? Is he going? Is she going? Is it going? Is friend going? Is Baiju going? ഇനി അതേപോലെ തന്നെ നീ അവിടെ എത്തിയിട്ട് എന്താണ് എൻ്റെ പരിപാടി? നീ അവിടെ എത്തിയിട്ട് എന്താണ് പരിപാടി? വാട്ട് ഡു യു പ്ലാൻ ടു ഡു വൺസ് യു ഗെറ്റ് ദെയർ? വൺസ് യു ഗെറ്റ് എന്നാണ് അവിടെ എത്തിയിട്ടുള്ള പരിപാടി എന്നാണ്. What do you plan to do once you get there? What do you plan to do once you finish this work? ഈ വർക്ക് ചെയ്തിട്ട് എന്താണ് എൻ്റെ പരിപാടി? What do you plans to do once you reach home? വീട്ടിലെത്തിയിട്ട് എന്താണ് പരിപാടി? ഇനി അതേപോലെ തന്നെ വീക്കെൻഡിൽ എന്താണ് എൻ്റെ പരിപാടി? What are your plans for the weekend? ഈവനിങ്ങിൽ എന്താ പരിപാടി? What are your plans for the evening? What are your plans for the holidays? അപ്പോൾ നമ്മൾ എന്താണ് പരിപാടി എന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷ്. ഇനി അതിന് മറുപടി പറയണം. നമ്മളോട് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ പറയാം, ഞാനൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. ഐ ഹവൻ ഗോട്ട് എനി പ്ലാൻസ്. ഐ ഹാവിൻ ഗോട്ട് എനി പ്ലാൻസ്. യു ഹാവിൻ ഗോട്ട് എനി പ്ലാൻസ്. വി ഹാവിൻ ഗോട്ട് എനി പ്ലാൻസ്. ദേ ഹാവിൻ ഗോട്ട് എനി പ്ലാൻസ്. ഫ്രണ്ട്സ് ഹാവിൻ ഗോട്ട് എനി പ്ലാൻസ്. ഹി ഹാസിൻ ഗോട്ട് എനി പ്ലാൻസ്. ഷി ഹാസിൻ ഗോട്ട് എനി പ്ലാൻസ്. ഇറ്റ് ഹാസിൻ ഗോട്ട് എനി പ്ലാൻസ്. ടീച്ചർ ഹാസിൻ ഗോട്ട് എനി പ്ലാൻസ്. ബൈജു ഹാസിൻ ഗോട്ട് എനി പ്ലാൻസ്. നീ നടന്നോ, ഞാൻ വരാം. യു ഗോ ആൻഡ് ഐ വിൽ ഫോളോ ഓൺ. നീ നടന്നോ, ഞാൻ വരാം. യു ഗോ ആൻഡ് ഐ വിൽ ഫോളോ ഓൺ. യു ഫിനിഷ്. യു വെയിറ്റ്. ഞാൻ യു വേണ്ട, വെയിറ്റ് എന്ന് പറഞ്ഞാലും മതി. ഇനി ഞാൻ ഡിസംബറിൽ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐ എം പ്ലാനിങ് എ ഹോളിഡേ ഇൻ ഡിസംബർ. ഹോളിഡേ എന്ന് പറഞ്ഞാൽ ഒഴിവ് ദിവസം മാത്രമല്ല, ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട്, ഒരു ടൂർ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഐ എം പ്ലാനിങ് എ ഹോളിഡേ ഇൻ ഡിസംബർ. You are planning a holiday in December. We are planning a holiday in December. They are planning a holiday in December. Teachers are planning a holiday in December. He is planning a holiday in December. She is planning a holiday in December. It is planning a holiday in December. Teacher is planning a holiday in December. Baiju is planning a holiday in December. ഇനി ഞാൻ GT Expressന് വരാനാണ് പ്ലാൻ ചെയ്യുന്നതെന്ന് പറയണം. I am planning to arrive by GT Express. You are planning to arrive by GT Express. We are planning to arrive by GT Express. They are planning to arrive by GT Express. Friends are planning to arrive by GT Express. He is planning to arrive by GT Express. She is planning to arrive by GT Express. It is planning to arrive by GT Express. Friend is planning to arrive by GT Express. Baiju is planning to arrive by GT Express. അപ്പോൾ I am planning to arrive by Dubai flight. I am planning to arrive by number 20 mail. I am planning to arrive by car. അപ്പോൾ നമ്മൾ പ്ലാനുകളെക്കുറിച്ച്, നമ്മുടെ പദ്ധതികളെക്കുറിച്ച് എന്താ പരിപാടി എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാനുള്ള ഇംഗ്ലീഷാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇനി അതേപോലെ തന്നെ സന്തോഷം പ്രകടിപ്പിക്കാൻ നമുക്ക് ഇംഗ്ലീഷ് വേണം. സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഇംഗ്ലീഷ്. സോ എന്തൊരു രസമുള്ള കാഴ്ച, വാട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് സൈറ്റ്. എന്ത് രസമുള്ള ഒരു ഫിലിം, വാട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി, വാട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് പിക്ചർ, വാട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് മൂവി, വാട്ട് ആൻ ഇൻട്രസ്റ്റിംഗ് ഫൈറ്റ്. ഓരോ ഇതിലും നമുക്ക് ആ സന്തോഷം പ്രകടിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് വേണം. ഇനി നീ ചെയ്തതിൽ വിജയ്, എൻ്റെ കാര്യത്തിൽ ഞാൻ സന്തോഷിക്കുന്നു. ഐ ആം ഗ്ലാഡ് യു ആർ ഡൂയിങ് സോ വെൽ വിജയ്.
ഐ ആം ഗ്ലാഡ് യു ആർ ഡൂയിങ് സോ വെൽ രോഹിത്. ഐ ആം ഗ്ലാഡ് യു ആർ ഡൂയിങ് സോ വെൽ. എനിക്ക് വളരെ സന്തോഷം എൻ്റെ കാര്യത്തിൽ. ഫാൻറ്റാസ്റ്റിക്, മനോഹരം. ഇത് ഓരോ ആൽഫബറ്റ്, ഓരോ അക്ഷരത്തിലും നമുക്ക് ഇങ്ങനെ പ്ലഷർ, സന്തോഷം പ്രകടിപ്പിക്കാൻ പറ്റും. ഫാൻറ്റാസ്റ്റിക് എഫ് വെച്ച് തുടങ്ങുന്നു. അമേസിങ്, ബ്യൂട്ടിഫുൾ. ദെൻ സീല് ചിലപ്പോൾ നമുക്ക് അങ്ങനെ കിട്ടിയെന്ന് വരില്ല. ഡി, ഡാസ്ലിംഗ്, എക്സൈറ്റിംഗ്, ഫാൻറ്റാസ്റ്റിക്, ഫാൻറ്റാബുലസ്, ഗ്രേറ്റ്, ഹ്യൂമങ്കസ്, ഇൻക്രെഡിബിൾ, IJ, the K, kudos, luxurious, magnificent, naughty, outstanding. അപ്പോൾ ഈ പവർഫുൾ, റെജുവിനേറ്റിംഗ്, ഇങ്ങനെ സന്തോഷം പ്രകടിപ്പിക്കുന്ന കുറച്ച് വാക്കുകൾ നമ്മൾ നാവിൽ എപ്പോഴും വരിക. അത് കേട്ടതിൽ വളരെ സന്തോഷം. ദാറ്റ് ഈസ് വെരി നൈസ് ടു ഹിയർ, ദാറ്റ് ഈസ് വെരി നൈസ് ടു സീ. കണ്ടതിൽ വളരെ സന്തോഷം. ദെൻ അത് നന്നായി, ദാറ്റ്സ് ഗുഡ്, ദാറ്റ്സ് ഗുഡ്. ഒരാളുടെ സന്തോഷം പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ പറയാനുള്ള ഇംഗ്ലീഷ് വാചകങ്ങളായി. ഇനി നമുക്ക് അസന്തോഷം പ്രകടിപ്പിക്കാനും ഇംഗ്ലീഷ് വേണം. എനിക്ക് ഈ ഒച്ചയിൽ നിന്നിട്ട് തലവേദന വരികയാണ്. ഐ കാൺ സ്റ്റാൻഡ് ദിസ് ലൗഡ് നോയ്സ്, ഇറ്റ് ഗിവ്സ് മീ ഹെഡേക്ക്. ഈ ഒച്ചയിൽ എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല, എനിക്ക് തലവേദന വരിക. ഇറ്റ് ഗിവ്സ് മീ ഹെഡേക്ക് എന്ന് പറഞ്ഞാൽ എനിക്ക് തരുന്നു എന്നല്ല. ഇറ്റ് ഗിവ്സ് മീ അൺഹാപ്പിനെസ്, ഇറ്റ് ഗിവ്സ് മീ ഹെഡേക്ക്, ഇറ്റ് ഗിവ്സ് മീ സ്ട്രെസ്. ഇനി അതേപോലെ തന്നെ അവൾ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഷീ സെഡ്, ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഷീ സെഡ്, യു ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഷീ സെഡ്, ദേ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഷീ സെഡ്, പാരിസ് ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ഷീ സെഡ്, he didn't like what she said, she didn't like what she said, it didn't like what she said, parent didn't like what she said, ബൈജു didn't like what she said. അവൾ പറഞ്ഞത് ബൈജുവിന് ഇഷ്ടമായിട്ടില്ല. ഇനി നമ്മൾ ഐ മാറ്റുകയാണ്, ഷീ മാറ്റുകയാണ്. ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് യു സെഡ്, നീ പറഞ്ഞത് എനിക്ക് ഇഷ്ടമായിട്ടില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ദേ സെഡ്, ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് ടീച്ചർ സെഡ്, ഐ ഡിഡ്ന്റ് ലൈക്ക് വാട്ട് he said, I didn't like what she said, I didn't like what it said, I didn't like what Nasru said, I didn't like what manager said. ഇനി എനിക്ക് സിൽക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് സിൽക്ക്, യു ഡോണ്ട് ലൈക്ക് സിൽക്ക്, വി ഡോണ്ട് ലൈക്ക് സിൽക്ക്, ദേ ഡോണ്ട് ലൈക്ക് സിൽക്ക്, പാരൻസ് ഡോണ്ട് ലൈക്ക് സിൽക്ക്, ടീച്ചേഴ്സ് ഡോണ്ട് ലൈക്ക് സിൽക്ക്, ഹി ഡസൻറ്റ് ലൈക്ക് സിൽക്ക്, ഷീ ഡസൻറ്റ് ലൈക്ക് സിൽക്ക്, ഇറ്റ് ഡസൻറ്റ് ലൈക്ക് സിൽക്ക്, പാരൻറ്റ് ഡസൻറ്റ് ലൈക്ക് സിൽക്ക്, ബൈജു ഡസൻറ്റ് ലൈക്ക് സിൽക്ക്. ഇനി ഇഷ്ടമായിട്ടില്ല. ഐ ഡിഡ്ന്റ് ലൈക്ക് സിൽക്ക്, യു ഡിഡ്ന്റ് ലൈക്ക് സിൽക്ക്, വി ഡിഡ്ന്റ് ലൈക്ക് സിൽക്ക്, ദേ ഡിഡ്ന്റ് ലൈക്ക് സിൽക്ക്, wife didn't like silk, he didn't like silk, she didn't like silk, parents didn't like silk, father didn't like silk, ബൈജു didn't like silk. ഇനി എൻ്റെ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് ഫോട്ടോഗ്രാഫ്, ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് ഫോട്ടോഗ്രാഫ്, എൻ്റെ ഫോട്ടോ എടുക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് ടീസ്റ്റ്, എന്നെ കളിയാക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് പ്രൊവോക്ഡ്, എന്നെ പ്രകോപിപ്പിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് ക്വസ്റ്റ്യൻഡ്, എന്നോട് ചോദ്യം ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് അഡ്വൈസ്ഡ്, എന്നെ അഡ്വൈസ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. ഐ ഡോണ്ട് ലൈക്ക് ബീയിങ് കമാൻഡഡ്, എന്നെ കമാൻഡ് ചെയ്യുന്നത് എനിക്കിഷ്ടമല്ല. അപ്പം നമ്മുടെ അസന്തുഷ്ടി പ്രകടിപ്പിക്കാനും നമുക്ക് ഇംഗ്ലീഷ് വേണം. ഇനി അടുത്തത്, നമ്മൾ ഒരാളുടെ സന്തോഷത്തെക്കുറിച്ചോ അസന്തോഷത്തെക്കുറിച്ചോ ഒരാളോട് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് നമുക്ക് വേണം. ഇപ്പോൾ അവൾക്ക് നീന്തൽ ഇഷ്ടമാണോ? ഡസ് ഷീ ലൈക്ക് സ്വിമ്മിങ്? ആ ഷീ മാറ്റാണ്. ഡു യു ലൈക്ക് സ്വിമ്മിങ്? Do I like swimming? Do we like swimming? Do they like swimming? Do parents like swimming? Does he like swimming? Does she like swimming? Does it like swimming? Does father like swimming? Does ബൈജു like swimming? ഇനി ഇഷ്ടമല്ലേ എന്ന് ചോദിക്കണം. Don't you like swimming? Don't we like swimming? Don't I like swimming? Don't they like swimming? Don't parents like swimming? Doesn't he like swimming? Doesn't she like swimming? Doesn't it like swimming? Doesn't a parent like swimming? Doesn't ബൈജു like swimming? നിനക്കിത് ഒന്നും കൂടി കാണാൻ ആഗ്രഹമല്ലേ? ഡോണ്ട് ടു ലൈക്ക് ടു സീ ഇറ്റ് അഗെയിൻ. നിനക്ക് ഒന്നും കൂടി അങ്ങോട്ട് പോകാൻ ആഗ്രഹമല്ലേ? ഡോണ്ട് ടു ലൈക്ക് ടു ഗോ ദെയർ അഗെയിൻ. നിനക്ക് എന്നെ ഒന്നും കൂടി കാണാൻ ആഗ്രഹമല്ലേ? ഡോണ്ട് ടു ലൈക്ക് ടു മീറ്റ് മീ അഗെയിൻ. അപ്പോൾ ഒന്നും കൂടി ഇല്ലേ എന്ന് ചോദിക്കാൻ. ഏത് തരം മ്യൂസിക്കാണ് നിനക്ക് ഇഷ്ടം, കൂടുതൽ ഇഷ്ടം? വാട്ട് കൈൻഡ് ഓഫ് മ്യൂസിക് ഡു യു ലൈക്ക്?
നിനക്ക് ഏത് തരം പിന്നെ സിനിമയാണ് ഇഷ്ടം? വാട്ട് കൈൻഡ് ഓഫ് സിനിമ ഡു യു ലൈക്ക് ബെസ്റ്റ്? വാട്ട് കൈൻഡ് ഓഫ് ഡ്രസ് ഡു യു ലൈക്ക് ബെസ്റ്റ്? വാട്ട് കൈൻഡ് ഓഫ് ഫുഡ് ഡു യു ലൈക്ക് ബെസ്റ്റ്? വാട്ട് കൈൻഡ് ഓഫ് ബുക്ക് ഡു യു ലൈക്ക് ബെസ്റ്റ്? നിനക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഏത് പുസ്തകമാണ്? ഇനി നിൻ്റെ ഇഷ്ടപ്പെട്ട ഹോബി ഏതാണ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഹോബി? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് ഫുഡ്? വാട്ട് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ടർ? ഹു ഈസ് യുവർ ഫേവറേറ്റ് ആക്ട്രസ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് പ്ലേസ്? വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് വാച്ച്? അപ്പോൾ നമ്മൾ ഒരാളോട് അയാളുടെ സന്തോഷത്തെക്കുറിച്ചോ അസന്തോഷത്തെക്കുറിച്ചോ സംസാരിക്കുമ്പോൾ ഇത്തരം ഡയലോഗുകൾ ആവശ്യമാണ്. ഇനി നമ്മൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഉപയോഗിക്കാനുള്ള ഇംഗ്ലീഷ്, ലുക്ക് ഹിയർ ഇറ്റ് ഈസ്, നോക്കുന്നത് ഇവിടെ, ഹിയർ ഇറ്റ് ഈസ്, ഇവിടെ ദാ എന്ന് പറയാൻ ഹിയർ ഇറ്റ് ഈസ്. പുസ്തകതാണോ? നീ തെരഞ്ഞിരുന്ന പുസ്തകതാണോ? ഈസ് ദിസ് ദ ബുക്ക് ഷി ആസ് ഫോർ? അവൾ ചോദിച്ചിരുന്ന പുസ്തകതാണോ? ഈസ് ദിസ് ദ ബുക്ക് ഷി ആസ് ഫോർ? ഇനി ആ ഷി ആസ് ഫോർ മാറ്റാണ്. ഈസ് ദിസ് ദ ബുക്ക് ഐ ആസ് ഫോർ? ഈസ് ദ ബുക്ക് യു ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് വി ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് ദേ ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് പാരൻസ് ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് ഹി ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് ഷി ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് ഇറ്റ് ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് ബൈജു ആസ് ഫോർ? ഈസ് ദിസ് ദ ബുക്ക് ഫാദർ ആസ് ഫോർ? ഈസ് ദിസ് ദ പ്ലേസ്? ഇതാണോ സ്ഥലം? ഈസ് ദിസ് ദ ബാഗ്? ഇതാണോ ബാഗ്? ഈസ് ദിസ് ദ പേഴ്സൺ? ഇയാളാണോ ആള്? ഈസ് ദിസ്. ഞാൻ ചൂണ്ടുന്നിടത്തേക്ക് നേരെ നോക്ക്. ലുക്ക് റൈറ്റ് വേർ ഐ എം പോയിന്റിങ്. ലുക്ക് റൈറ്റ് വേർ ഐ എം പോയിന്റിങ്. ഞാൻ നോക്ക്, ഇങ്ങോട്ട് നോക്ക്. ഈ പിക്ചർ ഒന്ന് നോക്ക്. ലുക്ക് അറ്റ് ദിസ് പിക്ചർ. അപ്പോൾ നമ്മൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുകയാണ്. ഇനി അതേപോലെ സാധ്യതയെക്കുറിച്ച് പറയാൻ നമുക്ക് ഇംഗ്ലീഷ് വേണം. ഇപ്പോൾ ഉദാഹരണത്തിന് അവരതിനെക്കുറിച്ചൊക്കെ മറന്നിട്ടുണ്ടാവാനാണ് നല്ല സാധ്യത. ഇറ്റ് ഈസ് ജസ്റ്റ് പോസിബിൾ ദാറ്റ് ദേ മൈറ്റ് ഫോർഗെറ്റ് ഓൾ അബൌട്ട് ഇറ്റ്. ഇറ്റ് ഈസ് ജസ്റ്റ് പോസിബിൾ ദാറ്റ് ദേ മൈറ്റ് ഫോർഗെറ്റ് ഓൾ അബൌട്ട് ഇറ്റ്. അവരതിനെക്കുറിച്ചൊക്കെ മറന്നിട്ടുണ്ടാവും. ഇറ്റ് ഈസ് ജസ്റ്റ് പോസിബിൾ, നല്ല സാധ്യത ഉണ്ട്. ഇറ്റ് ഈസ് ജസ്റ്റ് പോസിബിൾ ദാറ്റ് ഹി മൈറ്റ് ഹാവ് ഫോർഗെറ്റ് ഓൾ അബൌട്ട് ഇറ്റ്. ഇനി ചിലപ്പോൾ അവൾ വരും, ചിലപ്പോൾ അവൾ വരില്ല. perhaps she will come, perhaps she won't. perhaps I'll come, perhaps I won't. perhaps you will come, perhaps I won't. perhaps we'll come, perhaps we won't. perhaps they will come, perhaps they won't. perhaps parents will come, perhaps they won't. perhaps he will come, perhaps he won't. perhaps she will come, perhaps she won't. perhaps it will come, perhaps it won't. perhaps father will come, perhaps father won't. perhaps Baiju will come, perhaps Baiju won't. ചിലപ്പോൾ വരും, ചിലപ്പോൾ വരില്ല. ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഇപ്പോൾ ഐ മൈറ്റ് ഹവ് സെഡ് സോ ബട്ട് ഐ ഡോണ്ട് റിമെമ്പർ നൗ. ഐ മൈറ്റ് ഹവ് സെഡ് സോ, ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ടാവും, പക്ഷേ എനിക്ക് ഓർമ്മയില്ല. ഐ മൈറ്റ് ഹവ് സെഡ് സോ എന്നുള്ളത് യു മൈറ്റ് ഹവ് സെഡ് സോ, വി മൈറ്റ് ഹവ് സെഡ് സോ, ദേ മൈറ്റ് ഹവ് സെഡ് സോ, പാരൻസ് മൈറ്റ് ഹവ് സെഡ് സോ, ഹി മൈറ്റ് ഹവ് സെഡ് സോ, ഷീ മൈറ്റ് ഹവ് സെഡ് സോ, ഇറ്റ് മൈറ്റ് ഹവ് സെഡ് സോ, ഫാദർ മൈറ്റ് ഹവ് സെഡ് സോ, ബൈജു മൈറ്റ് ഹവ് സെഡ് സോ. പറഞ്ഞിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹവ് ഗോൺ, ഞാൻ പോയിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹവ് റിട്ടേൺ, ഞാൻ എഴുതിയിട്ടുണ്ടാവാം. ഐ മൈറ്റ് ഹവ് ആസ്ക്, ഞാൻ ചോദിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ഉണ്ടാവാം എന്ന് പറയുമ്പോൾ, അഥവാ നമ്മൾ പോസിബിലിറ്റി, സാധ്യതയെക്കുറിച്ച് പറയുമ്പോഴാണ് ഈ വാചകങ്ങൾ ഉപയോഗിക്കുന്നത്. ഇനി അസാധ്യതയെക്കുറിച്ച് പറയാണ്. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ക്യാൻ ബി ഡൺ. അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ക്യാൻ ബി ഡൺ. ഇത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ക്യാൻ ബി ഫിനിഷ്ഡ്. ഐ ഡോണ്ട് തിങ്ക് ഹീ ക്യാൻ കം. അവൻ വരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് ശരി, ഞാനത് ശരിയാണെന്ന് തീരെ വിശ്വസിക്കുന്നില്ല. ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ട്രൂ. ഈ ജസ്റ്റ് എന്നുള്ള പ്രയോഗം തീരല്ല എന്നുള്ളതാണ്. ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ട്രൂ. ഐ ജസ്റ്റ് ഡോണ്ട് ബിലീവ്. ഐ ജസ്റ്റ് ഡോണ്ട് ആസ്ക്. ഞാൻ തീരെ ചോദിക്കുന്നില്ല. ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക്. ജസ്റ്റ് എന്നുള്ളത് തീരല്ല എന്നുള്ളതാണ്. ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ട്രൂ. ഇത് ശരിയാണെന്ന് എനിക്ക് തീരെ തോന്നുന്നില്ല. ഇത് നിയന്ത്രിക്കാൻ പറ്റും എന്ന് എനിക്ക് സംശയമാണ്. ഐ ഡൗട്ട് ഇഫ് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. യു ഡൗട്ട് ഇഫ് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. വി ഡൗട്ട് ഇഫ് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. ദേ ഡൗട്ട് ഇഫ് ഇറ്റ് ക്യാൻ ബി മാനേജ്ഡ്. Parents doubt if it can be managed. He doubt if it can be managed. She doubts it if it can be managed. It doubts if it can be managed. Father doubts if it can be managed. Baiju doubts if it can be managed. നീ നമുക്ക് പറയണം ഒരു സാധ്യതയില്ല, നോട്ട് എ ചാൻസ്. ഒരു ചാൻസും ഇല്ല എന്ന് പറയാൻ നോട്ട് എ ചാൻസ്. അവനിപ്പോൾ വർക്ക് ചെയ്യാവൂല, ഈ സമയത്ത് അവൻ വർക്ക് ചെയ്യാവൂല എന്ന് പറയണം. ഈ കാൺ ബി വർക്കിംഗ് അറ്റ് ദിസ് ടൈം. അവനിപ്പോൾ വർക്ക് ചെയ്യാവില്ല. I can't be working at this time. You can't be working at this time. They can't be working at this time. Teachers can't be working out this time. He can't be working at this time. She can't be working at this time.
ഇറ്റ് കാൺ ബി വർക്കിംഗ് അറ്റ് ദിസ് ടൈം, ടീച്ചർ കാൺ ബി വർക്കിംഗ് അറ്റ് ദിസ് ടൈം, ബിജു കാൺ ബി വർക്കിംഗ് അറ്റ് ദിസ് ടൈം. ഇപ്പം അങ്ങനെ ആവില്ല എന്ന് പറയാൻ. ഇപ്പോൾ സാധ്യതയെക്കുറിച്ചും അസാധ്യതയെക്കുറിച്ചും നമ്മൾ പറഞ്ഞു. ഇനി ഒരാളോട് സാധ്യതയോ അസാധ്യതയെക്കുറിച്ച് ഉണ്ടോ ചോദിക്കുകയാണ്. നമ്മൾ സാധ്യതയെക്കുറിച്ചോ അസാധ്യതയെക്കുറിച്ചോ ഒരാളോട് ചോദിക്കുകയാണ്, എന്തെങ്കിലും ചാൻസ് ഉണ്ടോ, എനി ചാൻസ്, നമ്മളെപ്പോഴും പറയാനാണ്. ഈസ് ദെയർ എനി ചാൻസ് ആണ്, പക്ഷേ നമ്മൾ എനി ചാൻസ് എന്ന് പറഞ്ഞാൽ മതി. നീ അത് ബാങ്കിൽ വെച്ച് പോന്നിട്ടുണ്ടാവുമോ? കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദ ബാങ്ക്, കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ദ ഓഫീസ്, കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് രാമനാട്ടുകര, കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് സ്കൂൾ, കുഡ് ഹാവ് ലെഫ്റ്റ് ഇറ്റ് അറ്റ് ഹോം. വീട്ടിൽ വെച്ച് വന്നിട്ടുണ്ടാവോ ചോദിക്കുകയാണ്. ഇനി നമ്മൾ ചോദിക്കുകയാണ്, നീ വരുമ്പോൾ വാങ്ങിക്കൊണ്ടുവരാൻ പറ്റുമെന്ന് എന്നെ കൊണ്ട്. വിൽ യു ബി ഏബിൾ ടു ബൈ ഇറ്റ് ഓൺ യുവർ വേ ബാക്ക്, തിരിച്ചു വരുമ്പോൾ വാങ്ങാൻ പറ്റുമോ? വിൽ യു ബി ഏബിൾ ടു ബൈ സം ഗ്രോസറി ഓൺ യുവർ ബാക്ക്, വരുമ്പോൾ കുറച്ച് പലചരക്ക് കൊണ്ടുവരുമോ? വിൽ യു ബി ഏബിൾ ടു ബൈ സം ചിക്കൻ ഓൺ യുവർ വേ ബാക്ക്, വിൽ യു ബി ഏബിൾ ടു ബൈ സം ഫിഷ് ഓൺ യുവർ വേ ബാക്ക്, വിൽ യു ബി ഏബിൾ ടു ബൈ സം ബേക്കറി ഓൺ യുവർ വേ ബാക്ക്, തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുമോ? ഇനി അപ്പോൾ സാധ്യത അസാധ്യത, സാധ്യമാണോ അസാധ്യമാണോ എന്നൊക്കെ നമ്മൾ ചോദിച്ചു. ഇനി നമ്മൾ പ്രഡിക്റ്റ് ചെയ്യാണ്, അതായത് ഒരു പ്രതിജ്ഞ നമ്മൾ പ്രവചിക്കുകയാണ്. അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് പറയാനുള്ള ഇംഗ്ലീഷ് അങ്ങനെ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ. അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. യു ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ, വി ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ, ദേ ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ, പാരൻസ് ഡോണ്ട് തിങ്ക് ഇറ്റ് വിൽ ഹാപ്പൻ, he doesn't think it will happen, she doesn't think it will happen, it doesn't think it will happen, teacher doesn't think it will happen, Baiju doesn't think it will happen. ഇനി ഈ ആളുകൾ നിനക്ക് പണി തരും എന്ന് പറയണം ഇംഗ്ലീഷിൽ. എങ്ങനെ ഇംഗ്ലീഷ് പറയാം? ദീസ് പീപ്പിൾ വിൽ മേക്ക് തിങ്സ് ഹാർഡ് ഫോർ യു. ഇവരെ നിനക്ക് പണി തരും. ദീസ് പീപ്പിൾ വിൽ മേക്ക് തിങ്സ് ഹാർഡ് ഫോർ യു. ഈ കുട്ടികൾ നിനക്ക് പണി തരും. ദീസ് ചിൽഡ്രൻ വിൽ മേക്ക് തിങ്സ് ഹാർഡ് ഫോർ യു. ഈ പെൺകുട്ടികൾ നിനക്ക് പണി തരും. ദീസ് ഗേൾസ് വിൽ മേക്ക് തിങ്സ് ഹാർഡ് ഫോർ യു. ഈ നേതാക്കന്മാർ നിനക്ക് പണി തരും. ദീസ് ലീഡേഴ്സ് വിൽ മേക്ക് തിങ്സ് ഹാർഡ് ഫോർ യു. അവളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഷീ മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ. അപ്പോൾ ഷീ മാറ്റാണ്. ഐ മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, യു മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ദേ മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, വി മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ഫ്രണ്ട്സ് മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ഹി മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ഷീ മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ഇറ്റ് മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ഫ്രണ്ട് മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ, ബൈജു മസ്റ്റ് ഹാവ് റീച്ച് ദെയർ ബൈ നൗ. ഒരാഴ്ചൻ്റെ ഉള്ളിൽ നിനക്കത് കിട്ടിയിട്ടില്ലെങ്കിൽ നീ പറയുന്നത് ഞാൻ ചെയ്യും. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ എ വീക്സ് ടൈം ഐ വിൽ ഈറ്റ് മൈ ഹാറ്റ്. ഈറ്റ് മൈ ഹാറ്റ് എന്ന് പറഞ്ഞാൽ നീ പറയുന്നത് ഞാൻ ചെയ്യുന്നതാണ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇറ്റ് ഇൻ എ വീക്സ് ടൈം ഐ വിൽ ഈറ്റ് മൈ ഹാറ്റ്. ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇൻ എ വീക്സ് ടൈം, ഇഫ് യു ഡോണ്ട് ഗെറ്റ് ഇൻ എ മന്ത്സ് ടൈം ഐ വിൽ ഈറ്റ് മൈ ഹാറ്റ്. അപ്പം നമ്മൾ പ്രവചിക്കാൻ അല്ലെങ്കിൽ മുൻകൂട്ടി പറയാൻ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പ്രവചിക്കാൻ പറ്റാത്ത ഘട്ടങ്ങളിലും നമുക്ക് ഇംഗ്ലീഷ് പറയാൻ കഴിയണം. അടുത്ത പ്രസിഡന്റ് ആരും ആവാം. എനിബഡി കുഡ് ബി അവർ നെക്സ്റ്റ് പ്രസിഡന്റ്, എനിബഡി കുഡ് ബി അവർ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ, എനിബഡി കുഡ് ബി അവർ നെക്സ്റ്റ് ലീഡർ, എനിബഡി കുഡ് ബി അവർ നെക്സ്റ്റ് മോട്ടിവേറ്റർ. പടച്ചോനറിയാം. ഹെവൻ നോസ്, ഗോഡ് നോസ്, അള്ളാഹ് നോസ്, ഓൾമൈറ്റി നോസ്. അപ്പോൾ അതിനൊക്കെ നമ്മൾ ഹെവൻ നോസ്. ഈ ഇംഗ്ലീഷിൽ ബൈബിളിൻ്റെ സ്വാധീനം ഉള്ളതുകൊണ്ട് നല്ലതിനെ പറ്റി പറയാൻ, സ്വർഗത്തെ പറ്റി പറയാൻ, നല്ല കാര്യങ്ങളെ പറ്റി പറയാൻ ഹെവനെന്നും, മോശത്തെ പറ്റി പറയാൻ ഹെല്ലെന്നും, അത്ഭുതത്തെ പറ്റി പറയാൻ എർത്തും, അങ്ങനെയാണ് പ്രയോഗിക്കുന്നത്. അപ്പോൾ ആ പ്രയോഗങ്ങൾ വല്ലാതെ ഇംഗ്ലീഷിൽ കാണാം. അത് ഓരോ ഘട്ടങ്ങളിൽ ഞാൻ പറയാം. അപ്പോൾ ഹെവൻ നോസ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന് അറിയാം. എനിക്കറിയില്ല, ഐ ഡോണ്ട് നോ, യു ഡോണ്ട് നോ, വി ഡോണ്ട് നോ, ദേ ഡോണ്ട് നോ, ബോയ്സ് ഡോണ്ട് നോ, ഹീ ഡസിൻ നോ, ഷീ ഡസിൻ നോ, ഇറ്റ് ഡസിൻ നോ, ബോയ് ഡസിൻ നോ, ബൈജു ഡസിൻ നോ. ഇനി എനിക്കറിയില്ലായിരുന്നു, ഐ ഡിഡിൻ നോ, യു ഡിൻ നോ, വി ഡിൻ നോ, ദേ ഡിഡിൻ നോ, ബോയ്സ് ഡിഡിൻ നോ, ഹീ ഡിൻ നോ, ഷീ ഡിഡിൻ നോ, ഇറ്റ് ഡിഡിൻ നോ, ബോയ് ഡിഡിൻ നോ, ബൈജു ഡിഡിൻ നോ. ഇനി നമുക്ക് പറയണേ എന്താ സംഭവിക്കുന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, യു ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, വി ഡോണ്ട് നോ വാട്ട് വിൽ ഹാപ്പൻ, they don't know what will happen, teachers don't know what will happen, he doesn't know what will happen, she doesn't know what will happen, it doesn't know what will happen, teacher doesn't know what will happen, Baiju doesn't know what will happen. അപ്പോൾ പ്രവചിക്കാൻ പറ്റാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരാളോട് അവരുടെ പ്രവചനം എന്താണെന്ന് ചോദിക്കണം. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ഈ പ്രാവശ്യം ആരാ ജയിക്കാൻ സാധ്യത എന്ന് എൻ്റെ അഭിപ്രായത്തിൽ? Who's most likely to win this time?
പ്രാവശ്യം ആര് ജയിക്കാനാണ് സാധ്യത? ഹൂസ് മോസ്റ്റ് ലൈക്ലി ടു വിൻ ദിസ് ടൈം? പാരൻസ് കണ്ടാൽ എന്താ ചെയ്യുക? വാട്ട് ഡിഡ് ഹാപ്പൻ ഇഫ് ഹർ പാരൻസ് ഫൈൻഡ് ഔട്ട്? അവളെ പാരൻസ് കണ്ടെത്തി എന്ത് ചെയ്യും? വാട്ട് ഡിഡ് ഹാപ്പൻ, എന്ത് സംഭവിക്കും? വാട്ട് ഡിഡ് ഹാപ്പൻ ഇഫ് ഹർ പാരൻസ് ഫൈൻഡ് ഔട്ട്? അങ്ങനെ ഒരു സംഗതി നടക്കുമോ? ക്യാൻ സച്ച് എ തിങ് ഹാപ്പൻ? ഇതൊക്കെ അങ്ങനെ തന്നെ കാണാൻ പഠിക്കാം. അങ്ങനെ ഒരു സംഗതി ഉണ്ടാവുമോ? ക്യാൻ സച്ച് എ തിങ് ഹാപ്പൻ? അതിന് സാധ്യത ഉണ്ടോ? ഈസ് ഇറ്റ് പോസിബിൾ? അതിന് സാധ്യതയില്ലേ? ഈസ് ഇറ്റ് പോസിബിൾ? ഇനി അവൻ ഇപ്രാവശ്യം പാസ്സാവോ? വിൽ ഹി പാസ് ദിസ് ടൈം? അപ്പോൾ ഹീ മാറ്റാണ്. വിൽ യു പാസ് ദിസ് ടൈം? വിൽ ഐ പാസ് ദിസ് ടൈം? വിൽ വി പാസ് ദിസ് ടൈം? വിൽ ദേ പാസ് ദിസ് ടൈം? വിൽ ഫ്രണ്ട്സ് പാസ് ദിസ് ടൈം? വിൽ ഹീ പാസ് ദിസ് ടൈം? വിൽ ഷീ പാസ് ദിസ് ടൈം? വിൽ ഇറ്റ് പാസ് ദിസ് ടൈം? വിൽ ബോയ് പാസ് ദിസ് ടൈം? വിൽ ബൈജു പാസ് ദിസ് ടൈം? ഇനി പാസ്സാവൂലേ എന്ന് ചോദിക്കണം. ഇതൊക്കെ റിപ്പീറ്റ് ചെയ്യാണ്. വോണ്ട് ഐ പാസ് ദിസ് ടൈം? ഇപ്രാവശ്യം ഞാൻ പാസ്സാവൂലേ? വോണ്ട് യു പാസ് ദിസ് ടൈം? വോണ്ട് വി പാസ് ദിസ് ടൈം? വോണ്ട് ദേ പാസ് ദിസ് ടൈം? വോണ്ട് ഫ്രണ്ട്സ് പാസ് ദിസ് ടൈം? വോണ്ട് ഹി പാസ് ദിസ് ടൈം? വോണ്ട് ഷീ പാസ് ദിസ് ടൈം? വോണ്ട് ഇറ്റ് പാസ് ദിസ് ടൈം? വോണ്ട് ബൈജു പാസ് ദിസ് ടൈം? വോണ്ട് ഫാദർ പാസ് ദിസ് ടൈം? അപ്പോൾ സാധ്യത ഉണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ മുൻഗണന പ്രകടിപ്പിക്കാനുള്ള ഇംഗ്ലീഷ് വേണം. പ്രിഫറൻസ്. എനിക്ക് ആ കളറിനോട് വലിയ താല്പര്യമില്ല. ഐ ഡോണ്ട് കെയർ ഫോർ ദാറ്റ് കളർ വെരി മച്ച്. എനിക്ക് അയാളോട് വലിയ താല്പര്യമില്ല. ഐ ഡോണ്ട് കെയർ ദാറ്റ് പേഴ്സൺ വെരി മച്ച്. എനിക്ക് ആ ബ്രാൻഡിനോട് വലിയ താല്പര്യമില്ല. ഐ ഡോണ്ട് കെയർ ഫോർ ദാറ്റ് ബ്രാൻഡ് വെരി മച്ച്. ഇനി ഞാൻ ബസ്സിനൊന്നും അങ്ങനെ പോകാറില്ല. ഐ വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. അത് നമ്മൾ ഇനി 10 സബ്ജക്റ്റുമായിട്ട് ചേർക്കുകയാണ്. യു വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. വി വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. ദേ വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. പാരൻസ് വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. ഹി വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. ഷീ വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. ഇറ്റ് വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. ഫാദർ വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. ബൈജു വുഡ് റാദർ നോട്ട് ഗോ ബൈ ബസ്. മുൻഗണന പറയാനാണ്. ഇനി നമ്മൾ ഒരാളെ പ്രിഫറൻസ്, മുൻഗണന ഏതാണെന്ന് ചോദിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഏത് സ്റ്റൈലാണ് ഏറ്റവും ഇഷ്ടം? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു യു പ്രിഫർ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു യു പ്രിഫർ? നമ്മളത് 10 സബ്ജക്റ്റുമായിട്ട് മാറ്റുകയാണ്. വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു ഐ പ്രിഫർ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു യു പ്രിഫർ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു വി പ്രിഫർ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു ദേ പ്രിഫർ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡു ഫ്രണ്ട്സ് പ്രിഫർ? വാട്ട് കൈൻഡ് ഓഫ് സ്റ്റൈൽ ഡസ് ഹി പ്രിഫർ? What kind of style does she prefer? What kind of style does it prefer? What kind of style does friend prefer? What kind of style does Baiju prefer? നിനക്ക് മഞ്ഞനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടോ? ഡു യു ഹാവ് എനി പ്രിഫറൻസ് ഫോർ യെല്ലോ? ഡു ഹാവ് എനി പ്രിഫറൻസ് ഫോർ റെഡ്? ഡു ഹാവ് എനി പ്രിഫറൻസ് ഫോർ ഗേൾസ്? ഡു ഹാവ് എനി പ്രിഫറൻസ് ഫോർ സിനിമ? ഡു ഹാവ് എനി പ്രിഫറൻസ് ഫോർ മൂവീസ്? നിൻ്റെ മുടി എങ്ങനെയാണ് വെട്ടുന്നത്? ഹൗ ഡു യു വാണ്ട് യുവർ ഹെയർ കട്ട്? ഹൗ ഡു യു വാണ്ട് യുവർ ഹെയർ കട്ട്? നിനക്ക് കാപ്പിയാണോ ചായയാണോ ഇഷ്ടം? വുഡ് യു പ്രിഫർ കോഫി ഓർ ടീ? വുഡ് യു പ്രിഫർ ജ്യൂസ് ഓർ ടീ? വുഡ് യു പ്രിഫർ ബിരിയാണി ഓർ മീൽസ്? അപ്പോൾ നിങ്ങളുടെ മുൻഗണന ഏതാണ് എന്ന് ചോദിക്കാനുള്ള ഇംഗ്ലീഷ് നമുക്കറിയണം. ഇനി അതിന് മറുപടി പറയാം. രണ്ടും ആവാം. ഐദർ വിൽ ഡു. ഐ നോ പ്രിഫറൻസ്. രണ്ടും ആവാം എന്ന് പറയാം. ഐദർ വിൽ ഡു. രണ്ടും ആവാം. അതങ്ങനെ കാണാൻ പഠിക്കാം. ഐദർ വിൽ ഡു. ഇനി ഏതെങ്കിലും ഒരു ബുക്ക് ഇതാ, ഏതായാലും വേണ്ടില്ല. ഗിവ് മി എ ബുക്ക്, എനി ബുക്ക് വിൽ ഡു. ഗിവ് മി എ പെൻ, എനി പെൻ വിൽ ഡു. ഗിവ് മി എ ഫോൺ, എനി ഫോൺ വിൽ ഡു. ഗിവ് മി എ ടീഷർട്ട്, എനി ടീഷർട്ട് വിൽ ഡു. ഇനി അവനോട് പറയാൻ നിൻ്റെ ഇഷ്ടം പോലെ, വിച്ച് എവർ യു ലൈക്ക്. നിനക്ക് ഏതാണോ ഇഷ്ടം അത്. നിനക്ക് എന്താണോ ഇഷ്ടം, വാട്ട് എവർ യു ലൈക്ക്. നിനക്ക് എങ്ങനെയാണോ ഇഷ്ടം, ഹവർ യു ലൈക്ക്. നിനക്ക് എവിടെയാണോ ഇഷ്ടം, വേറെവർ യു ലൈക്ക്. നിനക്ക് ആരെയാണോ ഇഷ്ടം, ഹൂവർ യു ലൈക്ക്. നിനക്ക് എപ്പോഴാണോ ഇഷ്ടം, വെനെവർ യു ലൈക്ക്. അപ്പോൾ ആ പ്രയോഗങ്ങൾ വിച്ചെവർ, വാട്ടെവർ, വെനെവർ, ഹൂവർ, വേറെവർ, ഹവവർ, അത് കാണാൻ പഠിക്കുക. ഏതാണെങ്കിലും അത്. അപ്പോൾ എനിക്കൊരു മുൻഗണനയില്ല, ഏതും ആവാം എന്ന് പറയാൻ ഉള്ള ഇംഗ്ലീഷ് ഡയലോഗ്സായി. ഇനി നമുക്ക് അതേപോലെ പ്രോബബിലിറ്റിയും പോസിബിലിറ്റിയും തമ്മിലുള്ള വ്യത്യാസം. പ്രോബബിലിറ്റി സാധ്യത, പോസിബിലിറ്റി സാധ്യത. പ്രോബബിലിറ്റിക്ക് ആണെങ്കിൽ കുറച്ചുകൂടി സാധ്യത കൂടുതലാണ്, അത്രേ ഉള്ളൂ. അപ്പം അത്തരം ഡയലോഗുകൾ നമ്മൾ നോക്കുകയാണ്. ഒരു തീരുമാനം ഇതുവരെ എടുക്കാതിരിക്കാൻ, അവരിതുവരെ ഒരു തീരുമാനം എടുക്കാതിരിക്കാനാണ് നല്ല സാധ്യത. ഇറ്റ് ഈസ് ക്വൈറ്റ് പ്രോബബിൾ ദാറ്റ് ദേ ഹാവിൻ ടേക്കൻ എ ഡിസിഷൻ യെറ്റ്. അവരിതുവരെ ഒരു തീരുമാനം എടുക്കാതിരിക്കാനാണ് കൂടുതൽ സാധ്യത. ഇറ്റ് ഈസ് ക്വൈറ്റ് പ്രോബബിൾ ദാറ്റ് ദേ ഹാവിൻ ടേക്കൺ എ ഡിസിഷൻ യെറ്റ്. ഇനി അവളിപ്പോൾ അവിടെ എത്തിയിട്ടുണ്ടാവും. ഷീ ഓട്ട് ടു ബി ദെയർ നൗ. ഐ ഓട്ട് ടു ബി ദെയർ നൗ. യു ഓട്ട് ടു ബി ദെയർ നൗ. വി ഓട്ട് ടു ബി ദെയർ നൗ. ടീച്ചേഴ്സ് ought to be there now. He ought to be there now. She ought to be there now. It ought to be there now. Teacher ought to be there now. Baiju ought to be there now.
ഇനി അടുത്ത മാസം നല്ല ചൂടുണ്ടാവും. ഇറ്റ് ഷുഡ് ബി മച്ച് വാമർ നെക്സ്റ്റ് മന്ത്. ഇറ്റ് ഷുഡ് ബി മച്ച് വാമർ നെക്സ്റ്റ് മന്ത്. ഇനി അതേപോലെ തന്നെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഗോയിങ് ടു റെയിൻ. അപ്പോൾ സാധ്യതയെക്കുറിച്ച് പറയണം. ഇനി അതേപോലെ തന്നെ അസാധ്യത, ഇംപ്രോബബിലിറ്റി. ഫ്ലൈറ്റ് അവിടെ എത്തിയിട്ടുണ്ടാവില്ല ഇപ്പോൾ. ദ ഫ്ലൈറ്റ് ഷുഡിൻ്റ് ഹവ് അറൈവ് ബൈ നൗ. ദ ബസ് ഷുഡിൻ്റ് ഹവ് അറൈവ് ബൈ നൗ. ദ ട്രെയിൻ ഷുഡിൻ്റ് ഹവ് അറൈവ് ബൈ നൗ. അവിടെ എത്തിയിട്ടുണ്ടാവില്ല. മാർച്ചിൽ ചൂടുണ്ടാവില്ല. ഇറ്റ് ഷുഡിൻ ബി ഹോട്ട് ഇൻ മാർച്ച്. ജൂണിൽ മഴ ഉണ്ടാവില്ല. ഇറ്റ് ഷുഡിൻ ബി റെയിൻ ഇൻ ജൂൺ. ഒരു പ്രയാസം ഉണ്ടാവില്ല എന്ന് പറയണം. ദർ ഷുഡിൻ ബി എനി ഡിഫിക്കൽട്ടീസ്. ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്ന് പറയാനും ദർ ഷുഡിൻ ബി എനി ഡിഫിക്കൽട്ടീസ്. ഇനി അപ്പോൾ നമ്മൾ അസാധ്യതയെക്കുറിച്ചും പറഞ്ഞു. ഇനി നമ്മൾ ഒരാളുടെ പുരോഗതിയെക്കുറിച്ച് ചോദിക്കാൻ, എന്തിൻ്റെയും പുരോഗതിയെക്കുറിച്ച് ചോദിക്കാൻ അതിനുള്ള ഇംഗ്ലീഷ് വേണം. മധ്യസ്ഥ സംഭാഷണത്തിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ എന്ന് ഇംഗ്ലീഷ് ചോദിക്കണം. ഈസ് ദർ എനി പ്രോഗ്രസ് ഇൻ ദ റീകൺസിലിയേഷൻ ടോക്ക്? ഈസ് ദർ എനി പ്രോഗ്രസ് ഇൻ യുവർ ബിൽഡിംഗ് വർക്ക്? ഈസ് ദർ എനി പ്രോഗ്രസ് ഇൻ യുവർ ബിസിനസ്? ഈസ് ദർ എനി പ്രോഗ്രസ് ഇൻ യുവർ ന്യൂ പ്രോജക്റ്റ്? പുതിയ പ്രൊജക്റ്റിൽ എന്തെങ്കിലും പുരോഗതി ഉണ്ടോ? അവൻ സ്കൂളിലൊക്കെ എങ്ങനെ ടീച്ചറോട് ചോദിക്കുകയാണ്, ഹൗ ഈസ് ഹി ഗെറ്റിംഗ് ഓൺ അറ്റ് സ്കൂൾ? ഹൗ ഈസ് ഷി ഗെറ്റിംഗ് ഓൺ അറ്റ് സ്കൂൾ? ഹൗ ഈസ് മൈ ചൈൽഡ് ഗെറ്റിംഗ് ഓൺ അറ്റ് സ്കൂൾ? ഇനി നിൻ്റെ തലവേദന നീ സുഖമായില്ലേ? ഹാവ് യുവർ ഹെഡ് ഏക്ക് ഗോൺ ഇറ്റ്? നിൻ്റെ പനി നീ സുഖമായില്ലേ? ഹാവ് യുവർ ഫീവർ ഗോൺ ഇറ്റ്? ഇനി ചോദിക്കുകയാണ്, നിൻ്റെ വർക്കൊക്കെ നന്നായി പോകുന്നുണ്ടോ? ഈസ് യുവർ വർക്ക് ഗോയിങ് വെൽ? ഈസ് യുവർ പ്രോജക്റ്റ് ഗോയിങ് വെൽ? ഈസ് യുവർ ഫാമിലി ഗോയിങ് വെൽ? നിനക്കിന്ന് എങ്ങനെ തോന്നുന്നു? ഹൗ ആർ യു ഫീലിംഗ് ടുഡേ? ഹൗ ഈസ് ഹി ഫീലിംഗ് ടുഡേ? ഹൗ ഈസ് ഷി ഫീലിംഗ് ടുഡേ? ഹൗ ഈസ് ഇറ്റ് ഫീലിംഗ് ടുഡേ? ഹൗ ഈസ് ബൈജു ഫീലിംഗ് ടുഡേ? ഹൗ ഈസ് ഫാദർ ഫീലിംഗ് ടുഡേ? എങ്ങനെ തോന്നുന്നു? അപ്പോൾ പുരോഗതിയെ പറ്റി ചോദിക്കാനുള്ള ഇംഗ്ലീഷ് വേണം. ഇനി അതിന് മറുപടി പറയാണ്, ഹി ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. അവൻ ഇന്നലെ രാത്രി വളരെ മോശം അവസ്ഥയായി. ഹി ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ഐ ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. യു ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. വി ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ദേ ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ഹി ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ഷീ ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ഇറ്റ് ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ഫാദർ ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ബൈജു ഗോഡ് വേഴ്സ് ഇൻ ദ നൈറ്റ്. ഡോക്ടർ പറയണത് ഇപ്പം നല്ല പുരോഗതി ഉണ്ട് എന്നാണ്. ദ ഡോക്ടർ സേസ് ഹി ഈസ് ക്വൈറ്റ് ബെറ്റർ. പറയുന്നത് ഞാൻ പറയണു. ഐ സേ, യു സേ, വി സേ, ദേ സേ, ബോയ്സ് സേ. ഹി സേസ്, ഷീ സേസ്, ഇറ്റ് സേസ്, ബോയ് സേസ്, ഫാദർ സേസ്, ബൈജു സേസ്. ഹി ഈസ് ക്വൈറ്റ് ബെറ്റർ. നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. യു ആർ ക്വൈറ്റ് ബെറ്റർ. വി ആർ ക്വൈറ്റ് ബെറ്റർ. ദേ ആർ ക്വൈറ്റ് ബെറ്റർ. ബോയ്സ് ആർ ക്വൈറ്റ് ബെറ്റർ. ഹി ഈസ് ക്വൈറ്റ് ബെറ്റർ. ഷീ ഈസ് ക്വൈറ്റ് ബെറ്റർ. ഇറ്റ് ഈസ് ക്വൈറ്റ് ബെറ്റർ. ടീച്ചർ ഈസ് ക്വൈറ്റ് ബെറ്റർ. ബൈജു ഈസ് ക്വൈറ്റ് ബെറ്റർ. ഒരു പ്രശ്നമില്ല, കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് പോകുന്നു. നോ പ്രോബ്ലം, തിങ്സ് ആർ ഗോയിങ് വെൽ. ഞങ്ങൾക്കിടയിൽ കുറച്ച് പ്രശ്നം ഉണ്ടായി. വി ഹാവ് വിത്ത് സം പ്രോബ്ലംസ്. ഐ ഹാവ് വിത്ത് സം പ്രോബ്ലംസ്. യു ഹാവ് വിത്ത് സം പ്രോബ്ലംസ്. വി ഹാവ് വിത്ത് സം പ്രോബ്ലംസ്. ദേ ഹാവ് വിത്ത് സം പ്രോബ്ലംസ്. അപ്പോൾ കാര്യങ്ങളൊക്കെ പുരോഗതിയെപ്പറ്റി പറയുമ്പോൾ പറയാനുള്ള ഇംഗ്ലീഷും നമ്മൾ പഠിച്ചു.